ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ, അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 43-ാം തിരുവചനം. എന്റെ കർത്താവിന്റെ അമ്മ, എന്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? എലീശ പുണ്യവതിയുടെ വാക്കുകളാ. മറിയം എലിസബത്തിനെ സന്ദർശിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് എലിസബത്ത് പറയുകയാ, എന്റെ കർത്താവിന്റെ അമ്മ, എന്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഒക്ടോബർ മാസം, ജപമാല മാസം ഇന്ന് ആരംഭിക്കുകയാണ്. ഓരോ ജപമാലയും നാം എത്തിക്കുമ്പോൾ, ജപമാലയിലെ ഓരോ മുത്തുമണിയോടൊപ്പം നമ്മുടെ കണ്ണുനീർ തുള്ളികളും ചേരുമ്പോൾ, അത് പ്രാർത്ഥനയായി സ്വർഗത്തിലേക്ക് ഉയർത്തുമ്പോൾ, പരിശുദ്ധ മാതാവ് അടുത്ത് നിന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥം പറയും. നമ്മുടെ കണ്ണുനീരിനൊപ്പം, നമ്മുടെ സഹനങ്ങൾക്കൊപ്പം, നമ്മുടെ പ്രാർത്ഥനകൾക്കും നിയോഗങ്ങൾക്കും ഒപ്പം പരിശുദ്ധ മാതാവിന്റെ മധ്യസ്ഥവും സ്വർഗത്തിലേക്ക് ഉയരും. അതെ, ജപമാല പ്രാർത്ഥന ഒരു അത്ഭുതമായി മാറാൻ പോവുകയാ. ഈ ഒക്ടോബർ മാസത്തിൽ നമ്മുടെ നിയോഗങ്ങളൊക്കെ പരിശുദ്ധ മാതാവ് ഈശോയോട് പറഞ്ഞ് അത്ഭുതമാക്കി മാറ്റിത്തരും. നമുക്കും പറയാം, എന്റെ കർത്താവിന്റെ അമ്മ, എന്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ആ വിശ്വാസത്തോടെ നമുക്ക് ജപമാല എത്തിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. മാതാവിന്റെ മധ്യസ്ഥം അത്ഭുതമായി നമ്മുടെ കൂടെ ഉണ്ടാകും, നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകും. ഈ ജപമാല മാസം എല്ലാവർക്കും അനുഗ്രഹമായി മാറട്ടെ, പ്രാർത്ഥനയുടേതായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.